വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇതാണ് അച്ഛന്റെ കാലിൽ നിന്ന് പുഴു വരുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു, അമ്മ അച്ഛനും കൂടെ പെട്ടെന്ന് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടുന്ന് ഇവിടെ വന്ന് വാർഡിൽ വന്ന് അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് ആ അച്ഛൻ ആ കാലിലും അടിഭാഗം മൊത്തം പുഴു വീണോണ്ടിങ്ങനെ ഇരിക്കുവാണ്. അത് നല്ല സ്മെല്ലും, അടുത്ത് കിടക്കുന്നവർ അവർക്ക് തന്നെ സഹിക്കാൻ വയ്യാത്ത സ്മെല്ലും. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും നാട്ടിനെയും നാട്ടുകാരെയും എല്ലാം ഞെട്ടിച്ചുകൊണ്ട് വളരെ വലിയൊരു ചികിത്സാ പിഴവ് എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. തിരുവനന്തപുരം പാരിപ്പള്ളി സ്വദേശി രാജേന്ദ്ര പ്രസാദിനാണ് ഈ ഒരു ദുരനുഭവം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. കാരണം പാവപ്പെട്ടവന്റെ ഒരു അത്താണി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഏത് ഹോസ്പിറ്റലിൽ നിന്ന് രോഗിയെ മടക്കിയാലും അവസാനം നമ്മളെല്ലാം ചെന്നെത്തുന്നത് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിലാണ്. തീർച്ചയായിട്ടും നമുക്ക് അവിടെ വലിയ പ്രതീക്ഷയാണ്. കാരണം പാവപ്പെട്ടവനായാലും പൈസക്കാരനായാലും ഒരുപോലെ ചികിത്സ ലഭിക്കുന്ന ഏക സ്ഥലമാണ് നമ്മുടെ മെഡിക്കൽ കോളേജ്. എന്നാൽ അവിടെ എത്തിയതിന് ശേഷം ഒരു രോഗിക്കുണ്ടായ ഒരു അനുഭവം തീർച്ചയായിട്ടും നമ്മൾ കേട്ടാൽ മൂക്കത്ത് കൈവിരൽ വെച്ച് പോകും. കാരണം അത്രയ്ക്കും മോശമാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഒക്കെ കാണുന്ന നിങ്ങൾ എല്ലാവരും ആദ്യം തന്നെ ഇത് ഷെയർ ചെയ്ത് കാണണം. കാരണം ഇതൊക്കെ നമ്മുടെ പുതിയ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെയും മുമ്പിലേക്ക് എത്തേണ്ട വീഡിയോ ആണ്. കാരണം അത് വലിയൊരു ചികിത്സാ പിഴവാണ്. കാരണം ഇന്ന് എനിക്കോ അല്ലെങ്കിൽ എൻ്റെ വാപ്പയ്ക്കോ ഉമ്മയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ആണ് എങ്കിൽ, ഇന്നിത് രാജേന്ദ്ര പ്രസാദിനാണ് എങ്കിൽ നാളെ തീർച്ചയായിട്ടും നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ആവാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് വീഡിയോ തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്ത് കാണുക. ഞാൻ പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജിൻ്റെ ICU എന്നൊക്കെ പറയുമ്പോൾ, തീവ്രപരിചരണ വിഭാഗം എന്ന് പറയുമ്പോൾ 24 മണിക്കൂറും ഡോക്ടർമാരുടെ സാന്നിധ്യം, വെന്റിലേറ്ററിൻ്റെ സാന്നിധ്യം, എല്ലാ അത്യാധുനിക സൗകര്യത്തോടു കൂടിയ ഒരു സംവിധാനമാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ICU ഒക്കെ നമ്മൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതിൻ്റെ അകത്ത് മുറിവ് പറ്റിയ ഒരു മനുഷ്യൻ്റെ മുറിവ് പഴുത്ത് ചീഞ്ഞ് അതിൽ നിന്ന് പുഴു വന്നിട്ട് പോലും അവർ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അടുത്തുള്ള ബെഡിൽ കിടക്കുന്ന ആൾക്കാർക്ക് പോലും സ്മെല്ലടിച്ചിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയില്ല. സഹോദരി പറയുന്ന വാക്കുകൾ തീർച്ചയായിട്ടും നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കാണുക. പോകാം വീഡിയോയിലേക്ക്. നമുക്ക് രാജേന്ദ്ര പ്രസാദിന്റെ മകൾ എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം. എന്നാണ് അച്ഛൻ അപകടം സംഭവിച്ചത്? അച്ഛൻ 28-ാം തീയതി 28-ാം തീയതി രാവിലെ 8:30 മണിക്ക് അച്ഛൻ ജോലിക്ക് പോയതാ. ജോലിക്ക് പോയപ്പോൾ ഒരു ബൈക്കിൽ വന്ന ആൾ കൊണ്ടുവന്ന് ഇടിച്ച് പറ്റിയതാണ് അച്ഛന്. അച്ഛനിപ്പം ഈ കാലിന്റെ എല്ല് പൊട്ടി 2ആയിട്ട് മാറിപ്പോയി. പിന്നെ നട്ടലിന് 2 പൊട്ടലുണ്ട്, വാരിയലിന് 1 പൊട്ടലുണ്ടെന്നാണ് ഇവിടുന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം സർജറി അന്ന് രാത്രി ഒരു 11:30 മണിയായപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ കഴിഞ്ഞു. വെളിയിൽ സപ്പോർട്ടിങ്ങിനായിട്ടൊരു കമ്പി ഇട്ടതേ ഉള്ളൂ. അപ്പൊ അത് ലെവലായി വന്നതിന് ശേഷം മാത്രമേ അകത്തുള്ള സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടുന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷേ 2 ദിവസത്തിന് മുമ്പും ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് അച്ഛന്റെ പ്രഷർ ലോ ആണ്, ഹീമോഗ്ലോബിന്റെ അളവും കുറവാണ്, അതുകൊണ്ട് കുറച്ച് ദിവസം ഈ ICUയിൽ തന്നെ കിടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാന്നാ പറഞ്ഞ. എന്നിട്ട് ഇന്ന് ഒരു മുന്നറിയിപ്പും തരാതെ ആരോടെയും പറയാതെ പെട്ടെന്ന് വന്നിട്ടാണ് രാജേന്ദ്ര പ്രസാദിന്റെ ആളുകൾ വന്ന് 2 പേരെ കൊണ്ടുവന്ന് വാർഡിലോട്ട് മാറ്റാൻ പറഞ്ഞ് അവർ കൊണ്ടുവന്ന് വാർഡിൽ കളഞ്ഞിട്ട് അവരവരെ കാര്യം നോക്കി പോയത്. ആ സഹോദരി പറയുന്നത് കേട്ട് കാണും നിങ്ങൾ. അപകടം പറ്റി ഒരു ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് വന്നതാണ്. വാരിയലിൽ പൊട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നട്ടലിന് പൊട്ടുണ്ട്, കാല് 2ആയിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വേദനകൾ അനുഭവിച്ച ഒരു മനുഷ്യനാണ്. ആദ്യം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ICUയിലേക്ക് ആക്കിയത്. അദ്ദേഹത്തിൻ്റെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണ്, അതുപോലെ തന്നെ BP നോർമലല്ല. ഇതെല്ലാം നോർമൽ ആവുന്നത് വരെ അദ്ദേഹം 3 ദിവസമായിട്ട് ICUയിൽ തന്നെയാണ് കിടക്കുന്നത്. അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ 28-ാം തീയതിയാണ് ഈ അപകടം നടന്നത്. പെട്ടെന്ന് തന്നെ അവരോട് വിളിച്ച് 2 ആളെയും കൊണ്ട് പോയിട്ട് അദ്ദേഹത്തെ വാർഡിലേക്ക് മാറ്റാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ വാർഡിലേക്ക് മാറ്റിയതിന് ശേഷം കൊച്ചുമകനാണ് അച്ഛൻ്റെ അടുത്തുള്ളത്. കാരണം ഇവരോട് ആദ്യം ഇൻഫോം ചെയ്തിരുന്നില്ല, വാർഡിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞിരുന്നില്ല. അറിയാത്തത് കൊണ്ട് പെട്ടെന്നുള്ളൊരു തീരുമാനമായതുകൊണ്ട് അവിടെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ തീർച്ചയായിട്ടും ഈ മകൻ വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത്. വന്നു നോക്കിയപ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു മക്കൾക്കും കാണാൻ വേണ്ടിയോ സഹിക്കാൻ വേണ്ടിയോ പറ്റുന്ന ഒന്നല്ല എന്നുള്ളതാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. അത്രയ്ക്കൊക്കെ പുയ്യൊക്കെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ കാലുവരെ മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ വന്നാൽ ആർക്കാണ് നഷ്ടം? ഇത്തരത്തിൽപ്പെട്ട ഡോക്ടർമാരെയൊക്കെ നമ്മൾ സേവനത്തിൽ വെച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? കേരളം നമ്പർ 1 ആണ്, കേരളം മറ്റേതാണ് എന്നൊക്കെ നമ്മൾ രാമായണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണോ കേരളം? ഇതാണോ ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനം? ഇതാണോ ചികിത്സ? ഇതാണോ സേവനം? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ ആരോഗ്യമന്ത്രി നേരിട്ട് പോയി കാണേണ്ട ഒരു വീഡിയോ ആണ്. എന്നാൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരം തീർച്ചയായിട്ടും സ്പോട്ടിലെടുത്തിട്ട് ഇവരെയൊക്കെ ഡിസ്മിസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി സഹോദരി പറയുന്നു വേദനയോടെ. നമുക്ക് കാണാം. ഇത് അച്ഛന് 28-ാം തീയതി ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്നതാണ്. അപ്പൊ അച്ഛൻ ICUയിലായിരുന്നു. ICUന്ന് ഇന്ന് ഉച്ചയായപ്പോഴാണ് അച്ഛനെ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അത് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവർ വന്ന് പറഞ്ഞു, രാജേന്ദ്ര പ്രസാദിന്റെ ആള് വന്ന് 2 പേര് വന്ന് എടുത്ത് വാർഡിലാക്കാൻ പറഞ്ഞു. അവിടെ കൊണ്ടുവന്ന് വാർഡിൽ കിടത്തിയതിന് ശേഷമാണ് മോനാണ് ഇത് കണ്ടത്. മോനും അമ്മയും കൂടെ നിന്നത്. അപ്പൊ മോനാണ് കണ്ടത് ഈ കാലിന്റെ അവിടുന്ന് പുഴു മൊത്തം ഈ ബെഡിലും ഈ മുറിവിന്റെ അവിടുന്ന്
പുഴു വന്ന് വീഴുന്നത്. അപ്പോഴെന്നെ മോൻ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞത് പുഴുവിനെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അത് കുഴപ്പമില്ല, ഡ്രസ്സ് ചെയ്യാം, വൃത്തിയാക്കാം എന്ന് പറഞ്ഞു. എന്നിട്ടും ഒന്നും ചെയ്തില്ല. കുറെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു മരുന്ന് എഴുതി തന്നിട്ട് പറഞ്ഞു അത് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. കൊച്ചു വന്ന് മരുന്ന് വാങ്ങിച്ചു കൊണ്ട് ചെന്നിട്ടും മരുന്ന് വാങ്ങിച്ച് കൊടുത്തിട്ട് പോലും അവർ വന്നൊന്നും ചെയ്തില്ല. ഞങ്ങൾ പാരിപ്പള്ളി നിൽക്കുക, 3 മണിക്ക് നടക്കുന്ന സംഭവമാണ്. അപ്പം മോൻ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇതാണ് അച്ഛന്റെ കാലിൽ നിന്ന് പുഴു വരുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു, അമ്മ അച്ഛനും കൂടെ പെട്ടെന്ന് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടുന്ന് ഇവിടെ വന്ന് വാർഡിൽ വന്ന് അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് ആ അച്ഛൻ ആ കാലിലും അടിഭാഗം മൊത്തം പുഴു വീണോണ്ടിങ്ങനെ ഇരിക്കുവാണ്. അത് നല്ല സ്മെല്ലും, അടുത്ത് കിടക്കുന്നവർ അവർക്ക് തന്നെ സഹിക്കാൻ വയ്യാത്ത സ്മെല്ലും. അപ്പോഴത്തേക്ക് നമ്മൾ സംസാരിച്ച, അങ്ങനെയാണ് ഡോക്ടറുമായിട്ട് സംസാരിച്ച്, നമ്മൾ ഡോക്ടറില്ല അവിടെ ഇരുന്ന നഴ്സുമായിട്ട് സംസാരിച്ച് നമ്മൾ ഇച്ചിരി സംസാരിച്ച് വഴക്കായി. അതിന് നമ്മളവിടെ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷമാണ് അവർ ഡോക്ടറിനെ വിളിച്ച് വരുത്തിയിട്ട് അവിടെ കൊണ്ടുപോയി ഇപ്പം ആ മുറിവെല്ലാം അഴിച്ച് ആ പുഴുവിനെല്ലാം മരുന്നൊഴിച്ച് പുറത്ത് കളഞ്ഞിട്ട് വൃത്തിയാക്കി ഇപ്പം ഡ്രസ്സ് ചെയ്ത് വാർഡിലോട്ട് മാറ്റിയത്. അല്ലാതെ ഇത് ICUവിൽ കിടന്നിട്ട് എന്തായാലും സംഭവിച്ചതാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം വാർഡിൽ കൊണ്ടുവന്നിട്ട് തുച്ഛമായ സമയമായതേ ഉള്ളൂ. അവിടെ വന്നപ്പോൾ പുഴു കണ്ടത്. അപ്പൊ നേരത്തെ പുഴുവായിട്ടായിരിക്കുമല്ലോ. എന്നിട്ട് അവർ ഒരു വാക്ക് പോലും ഒന്ന് ഇൻഫെക്ഷൻ ആണെന്നോ അങ്ങനെ ഒരു കാര്യങ്ങൾ പോലും നമ്മൾ അറിയിച്ചിട്ടില്ല. എത്ര വേദനാജനകമാണ്. ആ കാല് പൊക്കിയ സമയത്ത് ഓരോ പുഴുക്കളായിട്ട് ഇങ്ങനെ അടർന്ന് വീടും കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതിനുശേഷം കാല് നോക്കിയ സമയത്ത് മുഴുവൻ പുഴുവാണ് പോലും. അത് അവരോട് പറഞ്ഞ സമയത്ത് ഡ്രസ്സ് ചെയ്യാനുള്ള മരുന്ന് പുറത്തു നിന്ന് വാങ്ങണമെന്ന് പറയുന്നു. വാങ്ങി വെച്ച് ഉച്ചയ്ക്ക് 3 മണിക്കായിട്ട് രാത്രിയായിട്ടും ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കിയില്ല. ഇതാണോ മെഡിക്കൽ കോളേജ്? ഇതാണോ നമ്മുടെ സേവനം? ഇതാണോ അത്യാഹിത വിഭാഗം? ഇതാണോ ICU? തീർച്ചയായിട്ടും ഇതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ കേരള ജനത മുഴുവൻ കാണേണ്ട ഒരു വീഡിയോ ആണ്. ഇന്ന് സഹോദരി ഒറ്റയ്ക്ക് പ്രതികരിച്ചു. തീർച്ചയായിട്ടും നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾ ഏക ആശ്രയമാണ് ഈ മെഡിക്കൽ കോളേജ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ വീഡിയോ ഒക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വരെ എത്തപ്പെട്ട വീഡിയോ എത്തണം. കാരണം ഇതിനൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം നിർബന്ധമാണ്. ICUവിൽ കിടക്കുന്ന രോഗിയുടെ കാല് പൊയ്വെച്ചരിച്ചിട്ട് പോലും അവിടുത്തെ ഡോക്ടർമാർ പോലും നഴ്സുമാർ പോലും അത് കണ്ടില്ല എന്ന് പറയുമ്പോൾ അടുത്തുള്ള ബെഡിലെ ആൾക്കാർക്ക് സ്മെല്ലടിച്ചിട്ട് അവിടെ കിടക്കാൻ പോലും പറ്റുന്നില്ല എങ്കിൽ എന്ത് സേവനമാണ്, എന്ത് ചികിത്സയാണ് അവിടുത്തെ ഡോക്ടർമാരും നഴ്സുമാരും ആ സഹോദരന് നൽകിയതെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ മനുഷ്യൻ്റെ ജീവന് പട്ടിയുടെ വില പോലും അവർ നൽകുന്നില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് തീർച്ചയായിട്ടും ഇത് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ആ സഹോദരിയുടെ അച്ഛനായ രാജേന്ദ്ര പ്രസാദിനാണ് സംഭവിച്ചത് എങ്കിൽ നാളെ ചിലപ്പോൾ നിങ്ങളെ മക്കൾക്കോ നിങ്ങളെ അമ്മയ്ക്കോ നിങ്ങളെ അച്ഛനോ തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട ഒരു അനുഭവം തിരുവനന്തപുരം എന്നല്ല ഏത് മെഡിക്കൽ കോളേജിൽ ഉണ്ടായാലും നമ്മൾ പ്രതികരിക്കണം. ഇത് നാട്ടുകാരുടെ മുമ്പിലേക്ക് എത്തണം. തീർച്ചയായിട്ടും ഇതിന് നടപടി ആവശ്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ അതിൽ പങ്കെടുത്തിട്ടുള്ള ഡോക്ടർമാരെയും അതുപോലെ തന്നെ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സുമാരെ അടക്കം തീർച്ചയായിട്ടും അവർക്കെതിരെ കേസെടുക്കണം, അവരെ ഡിസ്മിസ് ചെയ്യണം. അതുവേ തീർച്ചയായിട്ടും അവരെ ഇത്തരത്തിൽപ്പെട്ട ഒരു സേവനത്തിൽ നിന്ന് മാറ്റി നിർത്തുക തന്നെ വേണം. കാരണം ഇനിയും മറ്റൊരാൾ അവരുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഇത്തരത്തിലാണ് പെരുമാറുന്നത് എങ്കിൽ ചിലപ്പോൾ ജീവൻ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഏറ്റവും ഞാൻ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ഈ ചികിത്സാ പിഴവ് മൂലം ഒരുപാട് ആൾ മരണപ്പെടുന്നുണ്ട്, ഒരുപാട് ആൾക്ക് കാലുകൾ നഷ്ടപ്പെടുന്നു, കൈകൾ നഷ്ടപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽപ്പെട്ട വാർത്തകൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളത് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.